ഏവർക്കും നമസ്കാരം. ബുധകൗശിക മുനിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ടുള്ള സ്തോത്രമാണ് ശ്രീരാമരക്ഷാ സ്തോത്രം. യഥാർത്ഥത്തിൽ ആരാണ് ബുധകൗശിക മുനി എന്ന കാര്യത്തിൽ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ബുധകൗശിക മുനിക്ക് പരമശിവൻ സ്വപ്നത്തിൽ ദർശനം നൽകിക്കൊണ്ട് ഈ സ്തോത്രം ഉപദേശിച്ചു എന്നും അദ്ദേഹം പിറ്റേന്നു രാവിലെ തന്നെ അത് ഒരു താളിയോലയിലേക്ക് പകർത്തി എഴുതി എന്നുമാണ് കഥ. ഋഗ്വേദത്തിലാണ് ആദ്യമായി ശ്രീരാമരക്ഷാ സ്തോത്രത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണപ്പെടുന്നത്. ഇനി ഈ സ്തോത്രത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാം. ശ്രീരാമരക്ഷാ സ്തോത്രം. ശ്രീ ഗണേശായ നമഃ. ഇവിടെ പ്രഥമമായി വിഘ്നരാജനെ നമിക്കുകയാണ്. അസ്യ ശ്രീരാമരക്ഷാസ്തോത്ര മഹാമന്ത്രസ്യ ബുധകൗശിക ഋഷിഃ. ഈ ശ്രീരാമരക്ഷാസ്തോത്ര മഹാമന്ത്രത്തിൻ്റെ ഋഷി ബുധകൗശികനാണ്. ശ്രീ സീതാരാമചന്ദ്രോ ദേവത. ഇതിലെ ദേവത ഭഗവാൻ ശ്രീരാമചന്ദ്രനും. അനുഷ്ടുപ്പ് ഛന്ദഃ. അനുഷ്ടുപ്പ് ഛന്ദസിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. സീതാശക്തി. ശക്തി സീതാദേവിയും. ഹനുമാൻ കീലകം. ആധാരമായി പറയപ്പെടുന്നത് ഹനുമാനെയും. ശ്രീ സീതാരാമചന്ദ്ര പ്രീത്യർത്ഥേ വിനിയോഗ. ഈ സ്തോത്രത്തിൻ്റെ വിനിയോഗം ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് എന്നും പറയുന്നു. അഥ ധ്യാനം. ഇനി ധ്യാന ശ്ലോകമാണ്. ധ്യായേത് ആജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദലസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാ മുഖകമലമിലല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡനം രാമചന്ദ്രം. ഈ ധ്യാനശ്ലോകത്തിൻ്റെ അർത്ഥം: ധ്യായേത് ആജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം. ധ്യായേത് ധ്യാനിക്കുന്നു, ആജാനുബാഹും മുട്ടുവരെ കൈകൾക്ക് നീട്ടമുള്ളവനും, ധൃതശരധനുഷം ധനുസും ശരവും കൈകളിൽ ഏറ്റിയിട്ടുള്ളവനും, ബദ്ധപത്മാസനസ്ഥം പത്മാസനത്തിൽ ഇരിക്കുന്നവനും, പീതം വാസോവസാനം മഞ്ഞവസ്ത്രം ധരിച്ചവനും, നവകമലദല സ്പർദ്ധിനേത്രം പ്രസന്നം ഇപ്പോൾ വിടർന്ന താമരപ്പൂവിൻ്റെ ഇതളുകളോട് സാദൃശ്യമുള്ള കണ്ണുകളോട് കൂടിയവനും, പ്രസന്നവദനത്തോടു കൂടിയവനും, വാമാങ്കാരൂഢസീത മുഖകമലമിലല്ലോചനം നീരദാഭം. വാമഭാഗത്ത് ഇടതുഭാഗത്ത് സീതാദേവിയുമായി ഇരിക്കുന്നവനും, ആ സീതാദേവിയാകട്ടെ മുഖകമലമിലല്ലോചനം നീരദാഭം താമരപ്പൂവിൻ്റേതുപോലെയുള്ള നേത്രങ്ങളോട് കൂടിയവളും, നീരദം അഥവാ ഇപ്പോൾ പെയ്യും എന്ന തരത്തിൽ നിൽക്കുന്ന കാർമേഘത്തിൻ്റെ നിറത്തോടു കൂടിയവളുമാണ്. നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡനം ച രാമചന്ദ്രം. നാനാലങ്കാരദീപ്തം അഥവാ നാനാവിധത്തിലുള്ള അലങ്കാരങ്ങളാൽ ശോഭിക്കപ്പെടുന്നവനും, ദധതമുരുജടാമണ്ഡനം ജടയെ ധരിച്ചിട്ടുള്ളവനുമായിട്ടുള്ള രാമചന്ദ്രപ്രഭുവിനെ ധ്യാനിക്കുന്നു എന്ന് അർത്ഥം. ചരിതം രഘുനാഥസ്യ ശതകോടിപ്രവിസ്തരം ഏകൈകമക്ഷരം പുംസാം മഹാപാതകനാശനം. രഘുനാഥസ്യ ചരിതം. രഘുകുലത്തിൻ്റെ അധിപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ചരിതം ശതകോടി പ്രവിസ്തരം എണ്ണിയാലും ഒടുങ്ങാത്തതാകുന്നു. ഏകൈകമക്ഷരം പുംസാം മഹാപാതകനാശനം. അതിലെ ഓരോ അക്ഷരത്തിന് പോലും പുംസാൻ ഭക്തന്മാരുടെ മഹാപാതകങ്ങളെ മഹാപാപങ്ങളെ വരെ ഇല്ലാതാക്കുവാനുള്ള ശക്തിയുണ്ട് എന്ന് പറയുന്നു. ധ്യാത്വാ നീലോൽപലശ്യാമം രാമം രാജീവലോചനം ജാനകീ ലക്ഷ്മണോപേതം ജടാമുകുടമണ്ഡിതം. ധ്യാത്വാ ധ്യാനിച്ചിട്ട്. ആരെ? ശ്രീരാമചന്ദ്രപ്രഭുവിനെ. അദ്ദേഹത്തിൻ്റെ മറ്റ് വിശേഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. നീലോൽപലശ്യാമം രാമം. നീല ഉൽപ്പലം അതായത് നീലനിറത്തിലുള്ള താമരയുടേതുപോലെയുള്ള നിറത്തോടു കൂടിയവനായ രാമനെ. രാജീവലോചനം താമരയുടേതുപോലെയുള്ള കണ്ണുകളോട് കൂടിയവനായിട്ടുള്ള രാമനെ. ജാനകീ ലക്ഷ്മണോപേതം ജാനകീദേവിയോടും ലക്ഷ്മണനോടും കൂടിയവനും, ജടാമുകുടമണ്ഡിതം ജടയെ ഒരു കിരീടമായി ധരിച്ചിട്ടുള്ളവനും ആയിട്ടുള്ള
ശ്രീരാമചന്ദ്രപ്രഭുവിനെ ധ്യാനിച്ചിട്ട് സാസീതൂണ ധനുർബാണ പാണിം നക്തഞ്ചരാന്തകം സ്വലീലയാ ജഗത്രാതുമാവിർഭൂതമജം വിഭും. സാസീതൂണ ധനുർബാണപാണിം, ധനുസും ശരവും അതേപോലെ ഒരു വാളും കൈകളിൽ പിടിച്ചിട്ടുള്ളവനും, നക്തഞ്ചരാന്തകം, രാത്രിയിൽ സഞ്ചരിക്കുന്ന നക്തഞ്ചരന്മാരാകുന്ന രാക്ഷസരുടെ അന്തകനായിട്ടുള്ളവനും, സ്വലീലായ ജഗത്രാതും ആവിർഭൂതമജം വിഭും, സ്വന്തം ലീല കൊണ്ട് ഈ ലോകത്തെയാകെ രക്ഷിക്കുവാനായി അവതരിച്ചിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ധ്യാനിച്ചിട്ട് രാമരക്ഷാം പഠേത് പ്രാജ്ഞ പാപഗ്നീം സർവകാമദം ശിരോമേ രാഘവപ്പാതു ബാലം ദശരഥാത്മജ. ഇവിടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്ലോകത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വർണ്ണിച്ചുകൊണ്ടുള്ള പദങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഈ രൂപങ്ങളിലെല്ലാം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് രാമരക്ഷാം പഠേത് പ്രാജ്ഞ, ഈ ശ്രീരാമരക്ഷാസ്തോത്രം പഠിക്കുന്ന ആ പണ്ഡിതൻ, പാപഗ്നീം സർവകാമതാം, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും അതേപോലെ എല്ലാ തരത്തിലുമുള്ള ആഗ്രഹങ്ങളെയും നേടിയെടുക്കുന്നവനുമായി തീരുന്നു. ശിരോമേ രാഘവപ്പാതു ബാലം ദശരഥാത്മജ. ഈ വരിയുടെ അർത്ഥം, രാമരക്ഷാസ്തോത്രം ജപിക്കുന്നവനാകുന്ന എൻ്റെ ശിരസ് രാഘവൻ, രഘുകുലത്തിൻ്റെ അധിപതിയാകുന്ന ഭഗവാൻ രക്ഷിക്കട്ടെ. ബാലം ദശരഥാത്മജ, എൻ്റെ നെറ്റിത്തടത്തെ ദശരഥൻ്റെ പുത്രനാകുന്ന ശ്രീരാമപ്രഭു രക്ഷിക്കട്ടെ. കൗസല്യേയോ ഋഷൗ പാതു വിശ്വാമിത്രപ്രിയ ശ്രുതി ഘ്രാണം പാതു മഖത്രാത മുഖം സൗമിത്രിവത്സല. കൗസല്യേയോ ഋഷൗ പാതു, കൗസല്യയുടെ പുത്രനായിട്ടുള്ള ഭഗവാൻ എൻ്റെ കണ്ണുകളെ രക്ഷിക്കട്ടെ. വിശ്വാമിത്ര പ്രിയ ശ്രുതി, വിശ്വാമിത്രൻ്റെ പ്രിയ ശിഷ്യനായിട്ടുള്ള ഭഗവാൻ എൻ്റെ ശ്രുതിയെ, എൻ്റെ ചെവികളെ രക്ഷിക്കട്ടെ. ഘ്രാണം പാതു മഖത്രാത, യജ്ഞത്തെ, മഖത്തെ അഥവാ യജ്ഞത്തെ സംരക്ഷിക്കുന്ന ഭഗവാൻ എൻ്റെ മൂക്കിനെ രക്ഷിക്കട്ടെ. മുഖം സൗമിത്രിവത്സല, സൗമിത്രി അഥവാ സുമിത്രയുടെ പുത്രനായിട്ടുള്ള ലക്ഷ്മണനെ ലാളിക്കുന്ന ആ ഭഗവാൻ എൻ്റെ മുഖത്തെ രക്ഷിക്കട്ടെ. ജിഹ്വാം വിദ്യാനിധി പാതു കണ്ഠം ഭരതവന്ദിതഃ സ്കന്ധൗ ദിവ്യായുധ പാതു ഭുജൗ ഭഗ്നേശകാർമുകഃ. ജിഹ്വാം വിദ്യാനിധി പാതു, ജിഹ്വയെ, എൻ്റെ നാവിനെ വിദ്യയുടെ എല്ലാം ഇരിപ്പിടമായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. കണ്ഠം ഭരതവന്ദിതഃ, ഭരതനാൽ വന്ദിക്കപ്പെടുന്ന ആ ശ്രീരാമചന്ദ്രപ്രഭു എൻ്റെ കണ്ഠത്തെ, എൻ്റെ കഴുത്തിനെ രക്ഷിക്കട്ടെ. സ്കന്ധോ ദിവ്യായുധ പാതു, ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ദിവ്യായുധങ്ങൾ എൻ്റെ തോളുകളെ രക്ഷിക്കട്ടെ. ഭുജോ ഭഗ്നേശകാർമുകഃ, കാർമുകമെന്നാൽ വില്ല് എന്നാണ് അർത്ഥം. വില്ലിനെ ഭഗ്നം ചെയ്തവൻ അല്ലെങ്കിൽ വില്ലിനെ ഒടിച്ചവനാകുന്ന ആ ഭഗവാൻ എൻ്റെ ഭുജങ്ങളെ, കൈകളെ രക്ഷിക്കട്ടെ. കരൗ സീതാപതി പാതു ഹൃദയം ജാമദഗ്ന്യജിത് മധ്യം പാതു ഖരധ്വംസീ നാഭിം ജാമ്പവദാശ്രയ. കരൗ സീതാപതി പാതു, കരൗ എൻ്റെ കൈകളെ, എൻ്റെ കൈപ്പത്തികളെ സീതയുടെ പതിയായിട്ടുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ. ഹൃദയം ജാമദഗ്ന്യജിത്, ജാമദഗ്ന്യൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ജമദഗ്നിയുടെ പുത്രനായിട്ടുള്ള പരശുരാമനെയാണ്. ആ പരശുരാമനെയും ജയിച്ചവനാകുന്ന ഭഗവാൻ എൻ്റെ ഹൃദയത്തെ രക്ഷിക്കട്ടെ. മധ്യം പാതു ഖരധ്വംസി, എൻ്റെ മധ്യഭാഗത്തെ, എൻ്റെ ശരീരത്തിൻ്റെ മധ്യഭാഗത്തെ ഖരത് എന്ന രാവണൻ്റെ സഹോദരനായിട്ടുള്ള അസുരനെ കൊന്ന ആ ഭഗവാൻ രക്ഷിക്കട്ടെ. നാഭിം ജാമ്പവദാശ്രയ, ജാമ്പവാൻ തുടങ്ങിയവർക്ക് ആരാണോ ആശ്രയം, അങ്ങനെയുള്ള ആ ഭഗവാൻ എൻ്റെ നാഭിപ്രദേശത്തെ രക്ഷിക്കട്ടെ. സുഗ്രീവേശ കടീ പാതു സദ്ധിനി ഹനുമത് പ്രഭു ഊരു രഘുത്തമ പാതു രക്ഷ കുലവിനാശകൃത്. സുഗ്രീവേശ കടീ പാതു, സുഗ്രീവന്റെ ഈശനായിട്ടുള്ള ഭഗവാൻ എൻ്റെ അരക്കെട്ടാകുന്ന പ്രദേശത്തെ രക്ഷിക്കട്ടെ. സദ്ധിനി ഹനുമത് പ്രഭു, ഹനുമാന്റെ പ്രഭുവായിട്ടുള്ള ഭഗവാൻ എൻ്റെ ഇടുപ്പ് പ്രദേശത്തെ രക്ഷിക്കട്ടെ. ഊരു രഘുത്തമ പാതു,
രഘുകുലത്തിൻ്റെ അധിപതിയായിട്ടുള്ള ഭഗവാൻ എൻ്റെ തുടകളെ രക്ഷിക്കട്ടെ. രക്ഷ കുലവിനാശകൃത്. രാക്ഷസന്മാരുടെ കുലത്തെ ഇല്ലാതാക്കുന്ന ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ. ജുനാനി സേതുകൃത് പാതു ജംഘേ ദശമുഖാന്തകഃ. പാദൗ വിഭീഷണശ്രീത പാതു രാമോഖിലം വപുഃ. ജുനാനി സേതുകൃത് പാതു. സേതു നിർമ്മിച്ചിട്ടുള്ള, പാലം നിർമ്മിച്ചിട്ടുള്ള ഭഗവാൻ എൻ്റെ ജുനാനികളെ അഥവാ മുട്ടുകളെ രക്ഷിക്കട്ടെ. ജംഘേ ദശമുഖാന്തകഃ. 10 മുഖങ്ങളുണ്ടായിരുന്ന രാവണനെ കൊന്നവനാകുന്ന ഭഗവാൻ എൻ്റെ പിറകുവശത്തെ രക്ഷിക്കട്ടെ. പാദൗ വിഭീഷണശ്രീത. വിഭീഷണന് ആശ്രയമായിട്ടുള്ള ഭഗവാൻ എൻ്റെ പാദങ്ങളെയും രക്ഷിക്കട്ടെ. പാതു രാമോഖിലം വപുഃ. എൻ്റെ ഈ ശരീരത്തെ മുഴുവൻ ഭഗവാൻ രക്ഷിക്കട്ടെ. ഏതാം രാമബലോപേതാം രക്ഷാമ്യ സുകൃതീ പഠേത്. സ ചിരായു സുഖീ പുത്രീ വിജയീ വിനയീ ഭവേത്. ഏതാം രാമബലോപേതാം രക്ഷാമ്യ സുകൃതീ പഠേത്. പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഏതൊരുവനാണോ ഈ രാമരക്ഷാസ്തോത്രം ജപിക്കുന്നത്, സ ചിരായു സുഖീ പുത്രി. അവൻ ചിരായു അഥവാ ദീർഘായുസായിരിക്കും. സുഖി സുഖിമാനായിരിക്കും. പുത്രി പുത്രസമ്പത്തുള്ളവനായിരിക്കും. വിജയീ വിനയീ ഭവേത്. അതേപോലെ തന്നെ എപ്പോഴും വിജയിയും വിനയത്തോടു കൂടിയവനും ആയിരിക്കും. പാതാള ഭൂതലവ്യോമ ചാരിണശ്ചത്മചാരിണഃ ന ദൃഷ്ടുമപി ശക്താസ്തേ രക്ഷിതം രാമനാമഭി. പാതാള ഭൂതലവ്യോമ. പാതാളത്തിലൂടെയും ഭൂതലത്തിലൂടെ ഭൂമിയിലൂടെയും വ്യോമ അതായത് ആകാശത്തിലൂടെയും ഛത്മചാരിണഃ അതായത് വേഷം മാറി നടക്കുന്ന രാക്ഷസന്മാർക്ക് ന ദൃഷ്ടുമപി ശക്താസ്തേ രക്ഷിതം രാമനാമഭി. രാമനാമത്താൽ രക്ഷിക്കപ്പെടുന്ന ആ ഭക്തരെ ഒന്ന് കാണുവാൻ പോലും സാധിക്കുകയില്ല എന്ന് പറയുന്നു. രാമേതി രാമഭദ്രേതി രാമചന്ദ്രേതി വാസ്മരൻ നരോ ന ലിപ്യത്തെ പാപൗ ഭുക്തിം മുക്തിം ച വിന്ദതി. രാമ, രാമഭദ്ര, രാമചന്ദ്ര തുടങ്ങിയ പേരുകൾ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്ന ആ ഭക്തന്മാര് ഒരിക്കലും പാപത്തെ നേടുന്നില്ല. അവർ ഭുക്തി അഥവാ എല്ലാ തരത്തിലുമുള്ള സുഖഭോഗങ്ങളും മുക്തിയും അതേപോലെ മോക്ഷവും പ്രാപിക്കുന്നു എന്ന് അർത്ഥം. ജഗജ്ജഗത്രേകമന്ത്രേണ രാമനാംനാഭിരക്ഷിതം യഃ കണ്ഠേ ധാരയേത് തസ്യ കരസ്ഥാഃ സർവസിദ്ധയഃ. ജഗജ്ജഗത്രേകമന്ത്രേണ രാമനാംനാഭിരക്ഷിതം. ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ പോന്ന ആ രാമനാമ മന്ത്രത്തെ യഃ കണ്ഠേ ധാരയേത് തസ്യ കരസ്ഥാഃ സർവസിദ്ധയഃ. ആരാണോ എപ്പോഴും കണ്ഠത്തിൽ ധരിക്കുന്നവർ, ആരാണോ എപ്പോഴും രാമനാമത്തെ ജപിക്കുന്നത്, അവൻ്റെ കരങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സിദ്ധികളും നൽകപ്പെടുന്നു എന്ന് അർത്ഥം. വജ്ര പഞ്ചരനാമേദം യോ രാമകവചം സ്മരേത് അവ്യാഹതാജ്ഞ സർവത്ര ലഭതേ ജയമംഗളം. ഈ രാമകവച സ്തോത്രം ആരാണോ സ്മരിക്കുന്നത്, അവൻ ഭഗവാന്റെ ആ പടച്ചട്ടയാകുന്ന വജ്രപഞ്ചരം എന്നു പേരായ ആ പടച്ചട്ടയിൽ നിന്നുമുള്ള അതേ തരത്തിലുള്ള സംരക്ഷണത്തെ നേടുന്നു. സർവത്ര ലഭതേ ജയമംഗളം. അതേപോലെ അവൻ്റെ എല്ലാ പ്രവൃത്തികളും ജയത്തിലും എത്തപ്പെടുന്നു എന്ന് അർത്ഥം. ആദിഷ്ടവാൻ യഥാ സ്വപ്നേ രാമരക്ഷാമി മാം ഹരഃ തഥാ ലിഖിതവാൻ പ്രാതഃ പ്രബുദ്ധോ ബുധകൗശികഃ. ആദിഷ്ടവാൻ യഥാ സ്വപ്നേ രാമരക്ഷാമി മാം ഹര. രാമരക്ഷാ കവചമാകുന്ന ഈ സ്തോത്രം ഹരനാൽ പരമശിവനാൽ സ്വപ്നത്തിൽ ഉപദേശിക്കപ്പെട്ടതാകുന്നു. തഥാ ലിഖിതവാൻ പ്രാതഃ പ്രബുദ്ധോ ബുധകൗശികഃ. പ്രബുദ്ധനായിട്ടുള്ള ബുധകൗശികമുനി പിന്നീട് അതിനെ എഴുതുകയാണ് ചെയ്തത് എന്ന് അർത്ഥം. ആരാമ കൽപവൃക്ഷാണാം വിരാമ സകലാപദാം അഭിരാമ ത്രിലോകാനാം രാമ ശ്രീമാൻ സ നഃ പ്രഭുഃ. ആരാമ കൽപവൃക്ഷാണാം. കൽപവൃക്ഷം എപ്രകാരമാണോ എല്ലാ തരത്തിലുമുള്ള ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നത്, അതിൻ്റെ ഒരു ആരാമം എപ്രകാരമാണോ ഉണ്ടാവുക, അതേപോലെയാണ് ഭഗവാൻ. വിരാമ സകലാപദാം. എല്ലാ തരത്തിലുമുള്ള
കഷ്ടപ്പാടുകളുടെയും അവസാനമാണ് ഭഗവാൻ. അഭിരാമ ത്രിലോകാനാം, ഈ ത്രിലോകം പോലും ഭഗവാനിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. രാമ ശ്രീമാൻ സ നഃ പ്രഭു, ഇത്തരത്തിലുള്ള ശ്രീമാനായിട്ടുള്ള ഐശ്വര്യവാനായിട്ടുള്ള ഭഗവാനാണ് എല്ലാവരുടെയും പ്രഭു. തരുണൗ രൂപസമ്പന്നൗ സുകുമാരൗ മഹാബലൗ പുണ്ടരീക വിശാലാക്ഷൗ ക്ഷീരകൃഷ്ണാജിനാംബരൗ. തരുണൗ രൂപസമ്പന്നൗ, തരുണന്മാരാണ്, യുവാക്കന്മാരാണ്. അതേപോലെ രൂപസമ്പന്നന്മാരുമാണ്. സുകുമാരോ, കുമാരന്മാരാണ്. മഹാബലികളുമാണ്, മഹാബലശാലികളുമാണ്. പുണ്ടരീക വിശാലാക്ഷവും, താമരയുടേതുപോലെ വിടർന്ന കണ്ണുകളോട് കൂടിയവരാണ്. ക്ഷീരകൃഷ്ണ ആജിനാംബരവും, മൃഗത്തിൻ്റെ തോലും അതേപോലെ മരത്തിൻ്റെ തൊലിയുമാണ് അവർ വസ്ത്രമാക്കിയിട്ടുള്ളത്. ഫലമൂല ശിനൗദാന്തൗ താപസൗ ബ്രഹ്മചാരിണൗ പുത്രൗ ദശരഥസീതൗ ഭ്രാതാരോ രാമലക്ഷ്മണൗ. ഫലമൂല ശിനൗദാന്തൗ, ഫലമൂലാദികളാണ് അവരുടെ ഭക്ഷണം. താപസൗ ബ്രഹ്മചാരിണൗ, താപസന്മാരാണ്, അതേപോലെ ബ്രഹ്മചാരികളുമാണ്. പുത്രൗ ദശരഥസീതൗ, ദശരഥൻ്റെ പുത്രന്മാരുമായിട്ടുള്ള ഈ സഹോദരന്മാരാകുന്ന രാമലക്ഷ്മണന്മാർ. ശരണ്യൗ സർവസത്വാനാം ശ്രേഷ്ഠൗ സർവധനുഷ്മതാം രക്ഷ കുലനിഹന്താരൗ ത്രായേതാം നോ രഘൂത്തമൗ. ശരണ്യൗ സർവസത്വാനാം, എല്ലാ ജീവജാലങ്ങൾക്കും ശരണാഗതിയെ നൽകുന്നവരാകുന്നു. ശ്രേഷ്ഠൗ സർവധനുഷ്മതാം, ധനുസ് പ്രയോഗിക്കുവാനായിട്ടുള്ള ശേഷിയുള്ളവരിൽ വെച്ച് ശ്രേഷ്ഠരാണ് ഇവർ. രക്ഷ കുലനിഹന്താരൗ, രാക്ഷസന്മാരുടെ വംശത്തെ ഇല്ലാതാക്കുന്നവരാണ്. ത്രായേതാംനോ രഘോത്തമോ, അത്തരത്തിലുള്ള രാമലക്ഷ്മണന്മാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് അർത്ഥം. ആത്തസജ്ജധനുഷ വിഷുസ്പൃശ വക്ഷയാ ശുഗനിഷംഗസംഗിനൗ രക്ഷണായ മമ രാമലക്ഷ്മണവഗ്രത പഥി സദൈവ ഗച്ഛതാം. ആത്തസജ്ജധനുഷ വിഷുസ്പൃശ വക്ഷയാ ശുഗനിഷംഗസംഗിനൗ, എപ്പോഴും ധനുസിൽ ഒരു ശരമെടുത്തുകൊണ്ട് ഇപ്പോഴേയും എന്ന തരത്തിൽ പിടിച്ചിട്ടുള്ളവരും. രക്ഷണായ മമ രാമലക്ഷ്മണവഗ്രത പഥി സദൈവ ഗച്ഛതാം, അത്തരത്തിലുള്ള രാമലക്ഷ്മണന്മാർ എൻ്റെ മാർഗത്തിൽ എപ്പോഴും എൻ്റെ സംരക്ഷകരായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നർത്ഥം. സന്നദ്ധ കവചീ ഖഡ്ഗീ ചാപബാണധരോ യുവാ ഗച്ഛന്മനോരഥോസ്മാകം രാമ പാതു സലക്ഷ്മണ. സന്നദ്ധ കവചീ ഖഡ്ഗി, എപ്പോഴും യുദ്ധത്തിന് സന്നദ്ധരായിട്ട് ഒരു കവചം അഥവാ പടച്ചട്ടയും ഖഡ്ഗം അഥവാ വാളും ചാപബാണങ്ങളും ധരിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ ആ രൂപം. ഗച്ഛന്മനോരഥോസ്മാകം രാമ പാതു സലക്ഷ്മണ, മനോരഥത്തിൽ എപ്പോഴും കൊണ്ടു നടക്കുന്നവരെ രാമലക്ഷ്മണന്മാർ രക്ഷിക്കട്ടെ എന്ന അർത്ഥം. രാമോ ദശരഥി ശൂരോ ലക്ഷ്മണാനുചരോ ബലി കാകുത്സ്ഥ പുരുഷപൂർണ കൗസല്യേയോ രഘൂത്തമ. രാമോ ദാശരഥി ശൂരോ, രാമൻ ദാശരഥിയാണ് അഥവാ ദശരഥന്റെ പുത്രനാകുന്നു, ശൂരനാകുന്നു. ലക്ഷ്മണാനുചരോ ബലി, എപ്പോഴും ലക്ഷ്മണനാൽ അനുഗമിക്കപ്പെടുന്നവനും മഹാബലശാലിയുമാകുന്നു. കാകുത്സ്ഥ പുരുഷപൂർണ കൗസല്യേയോ രഘുത്തമ, പൂർണ്ണപുരുഷനും കൗസല്യയുടെ പുത്രനും രഘുകുലത്തിൻ്റെ അധിപതിയുമായിട്ടുള്ള ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്ന് അർത്ഥം. വേദാന്തവേദ്യോ യജ്ഞേശ പുരാണ പുരുഷോത്തമ ജാനകീവല്ലഭ ശ്രീമാൻ അപ്രമേയ പരാക്രമ. വേദാന്തവേദ്യോ യജ്ഞേശ, വേദാന്ത ചിന്തകളാൽ മാത്രം അറിയാൻ സാധിക്കുന്നവനും എല്ലാ യജ്ഞങ്ങളുടെയും ഈശനും. പുരാണ പുരുഷോത്തമ, ഏറ്റവും ഉത്തമനായിട്ടുള്ള പുരുഷനും. ജാനകീവല്ലഭ, ജാനകീദേവിയുടെ പ്രിയപ്പെട്ടവനും. ശ്രീമാൻ, ഐശ്വര്യവാനും. അപ്രമേയ, ഒന്നിലാലും അളക്കപ്പെടുവാൻ സാധിക്കാത്തവനും പരാക്രമശാലിയുമായിട്ടുള്ള ഭഗവാനെ. ഇത്തീതാനി ജപേത് നിത്യം മദ്ഭക്ത ശ്രദ്ധയാന്വിതഃ അശ്വമേധാധികം പുണ്യം സംപ്രാപ്നോതി ന സംശയഃ. ഈ രൂപങ്ങളിലെല്ലാമുള്ള ഭഗവാനെ ആരാണോ നിത്യവും ജപിച്ചുകൊണ്ട് ഭക്തിയോടെ സ്തുതിക്കുന്നത്, അശ്വമേധാധികം പുണ്യം സംപ്രാപ്നോതി ന സംശയഃ, അവൻ എന്തായാലും അശ്വമേധം എന്ന യാഗം ചെയ്തതിനു ശേഷമുണ്ടാകുന്ന ഏതൊരു ഫലമാണോ ഉള്ളത് അതിൽ കൂടുതൽ ഫലത്തെ, പുണ്യത്തെ പ്രാപിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം.
രാമം ദുർവാദളശ്യാമം പത്മാക്ഷം പീതവാസസം സ്തുവന്തി നാമഭർദിവ്യേർ നതേ സംസാരിണോ നര. രാമം ദുർവാദളശ്യാമം പത്മാക്ഷം പീതവാസസം. ദുർവാദളശ്യാമം ഇരുണ്ട നിറത്തിലുള്ളവനും പത്മങ്ങളെപ്പോലെയുള്ള കണ്ണുകളുള്ളവനും മഞ്ഞവസ്ത്രം ധരിച്ചവനുമായിട്ടുള്ള രാമനെ, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അദ്ദേഹത്തിൻ്റെ ദിവ്യനാമങ്ങളാൽ സ്തുതിക്കുന്ന യാതൊരു മനുഷ്യനാണോ ഉള്ളത്, അവൻ ഒരിക്കലും സംസാരിയാവുകയില്ല. അതായത് ഈ ലോകത്ത് പെട്ടുപോവുകയില്ല. അവൻ ഉറപ്പായും മോക്ഷത്തെ പ്രാപിക്കും എന്ന് അർത്ഥം. രാമം ലക്ഷ്മണപൂർവജം രഘുവരം സീതാപതിം സുന്ദരം കാകുത്സ്ഥം കരുണാർണവം ഗുണനിധിം വിപ്രപ്രിയം ധാർമ്മികം രാജേന്ദ്രം സത്യസന്ധം ദശരഥതനയം ശ്യാമളം ശാന്തമൂർത്തിം വന്ദേ ലോകാഭിരാമം രഘുകുലതിലകം രാഘവം രാവണാരിം. രാമം ലക്ഷ്മണപൂർവജം, ലക്ഷ്മണന്റെ മുതിർന്ന സഹോദരനായിട്ടുള്ളവനും, രഘുവരം രഘുകുലത്തിന്റെ അധിപതിയും, സീതാപതിൻ സീതയുടെ പ്രിയപ്പെട്ടവനായിട്ടുള്ള ഭർത്താവും, സുന്ദരം സുന്ദരരൂപനും, കാകുത്സ്ഥം എല്ലാത്തിനും എപ്പോഴും സന്നദ്ധനായിട്ടുള്ളവനും, കരുണാർണവം കാരുണ്യത്തിന്റെ സാഗരവും, ഗുണനിധിം എല്ലാ ഗുണങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളവനും, എല്ലാ ഗുണങ്ങളുടെയും ഇരിപ്പിടമായിട്ടുള്ളവനും, വിപ്രപ്രിയം ബ്രഹ്മജ്ഞാനികൾക്ക് പ്രിയപ്പെട്ടവനായിട്ടുള്ളവനും, ധാർമ്മികം ധർമ്മത്തെ രക്ഷിക്കുന്നവനും ധർമ്മത്തെ ആചരിക്കുന്നവനും, രാജേന്ദ്രം സത്യസന്ധം സത്യത്തെ പാലിക്കുന്നവനും, ദശരഥന്റെ പുത്രനും, ഇരുണ്ട ശ്യാമള നിറത്തോടു കൂടിയവനും, ശാന്തസ്വരൂപനും, ലോകാഭിരാമം ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നവനും, ലഘുകുലതിലകം രഘുകുലത്തിൻ്റെ തിലകമായി ശോഭിക്കുന്നവനും, രാഘവം രാവണാരും രാവണന്റെ ശത്രുവുമായിട്ടുള്ള ആ ഭഗവാനെ, രാവണനെ വധിച്ചിട്ടുള്ള ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഞാൻ നമിക്കുന്നു എന്ന് അർത്ഥം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമ. രാമഭദ്രനായും രാമചന്ദ്രനായും സീതയുടെ പതിയായും ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനുമായിട്ടുള്ള ഭഗവാനെ ഞാൻ നമിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്രീരാമ രാമ രഘുനന്ദന രാമ രാമ, ശ്രീരാമ രാമ ഭരതാഗ്രജ രാമ രാമ, ശ്രീരാമ രാമ രണകർക്കശ രാമ രാമ, ശ്രീരാമ രാമ ശരണം ഭവ രാമ രാമ. രഘുനന്ദനായിട്ടുള്ള രഘുകുലത്തിൻ്റെ അധിപതിയായിട്ടുള്ളവനും, ഭരതാഗ്രജൻ ഭരതന്റെ മുതിർന്ന സഹോദരനും, രണകർക്കശൻ യുദ്ധത്തിൽ ഏറ്റവും സാമർഥ്യമുള്ളവനും ആയിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ 2 പാദങ്ങളെയും ഞാൻ മനസാ സ്മരാമി മനസ്സുകൊണ്ട് സ്മരിക്കുന്നു, വചസാ ഗൃണാമി വാക്കുകളാൽ എപ്പോഴും സ്തുതിക്കുന്നു, ശിരസാ നമാമി ശിരസുകൊണ്ട് നമിക്കുന്നു, ആ ചരണങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് അർത്ഥം. മാതാ രാമോ മത് പിതാ രാമചന്ദ്ര, സ്വാമീ രാമോ മത് സഖാ രാമചന്ദ്ര, സർവസ്വം മേ രാമചന്ദ്രോദയാലു നാന്യം ജാനേ നൈവ ജാനേ ന ജാനേ. മാതാ രാമോ മത് പിതാ രാമചന്ദ്ര, എൻ്റെ അമ്മ ഭഗവാനാകുന്നു, എൻ്റെ അച്ഛനും ഭഗവാനാകുന്നു, എൻ്റെ സ്വാമിയും എൻ്റെ സുഹൃത്തും ഭഗവാനാകുന്നു. സർവസ്വം മേ രാമചന്ദ്രോദയാലു നാന്യം ജാനേ നൈവ ജാനേ ന ജാനേ, എൻ്റെ എല്ലാം ഭഗവാനാകുന്നു, ഭഗവാനെ അല്ലാതെ എനിക്ക് മറ്റാരെയും അറിയുകയില്ല എന്ന് അർത്ഥം. ദക്ഷിണേ ലക്ഷ്മണോ യസ്യ വാമേ ച ജനകാത്മജ പുരതോ മാരുതിർയസ്യ തം വന്ദേ രഘുനന്ദനം. ദക്ഷിണേ ലക്ഷ്മണോ യസ്യ, ആരുടെ വലതുഭാഗത്താണോ ലക്ഷ്മണസ്വാമിയുള്ളത്, ആരുടെ ഇടതുഭാഗത്താണോ ജനകാത്മജയായിട്ടുള്ള സീതാദേവിയുള്ളത്, ആരുടെ പുരതുഭാഗത്ത് അഥവാ മുൻപിലാണോ പുരോഭാഗത്തിൽ അഥവാ മുൻപിലാണോ മാരുതി അഥവാ ഹനുമാൻ ഉള്ളത്, തം വന്ദേ രഘുനന്ദനം, അങ്ങനെയുള്ള ആ പ്രഭുവിനെ ഞാൻ നമിക്കുന്നു എന്ന് അർത്ഥം. ലോകാഭിരാമം രണരംഗധീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്യേ. ലോകാഭിരാമം രണരംഗധീരം, ലോകത്തിലെ എല്ലാവർക്കും ആനന്ദം നൽകുന്നവനും, രണരംഗധീരം യുദ്ധത്തിൽ സാമർഥ്യമുള്ളവനും, രാജീവനേത്രം രഘുവംശനാഥം പത്മത്തെപ്പോലെ ഉള്ള കണ്ണുകളോടു കൂടിയവനും, രഘുവംശത്തിൻ്റെ അധിപതിയും, കാരുണ്യരൂപത്തോടു കൂടിയവനും, തൻ്റെ പ്രവൃത്തികളിലെല്ലാം കാരുണ്യം നിറഞ്ഞു നിൽക്കുന്നവനും ആയിട്ടുള്ള ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം.
മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. മനോജവം മാരുതതുല്യവേഗം. മനോജവം അതായത് മനസ്സിൻ്റേതുപോലെയുള്ള അത്രയും വേഗതയോടു കൂടിയവനും, മാരുതതുല്യവേഗം വായുവിൻ്റെ അത്രയും തന്നെ വേഗതയോടു കൂടിയവനും, ജിതേന്ദ്രിയം എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചവനും, ബുദ്ധിമതാം വരിഷ്ഠം ഏറ്റവും ബുദ്ധിമാനും, വാനരശ്രേഷ്ഠനും അതേപോലെ വാദാത്മജൻ അതായത് വായുദേവന്റെ പുത്രനും, വാനരയൂഥമുഖ്യം വാനരസേനയുടെ അധിപതിയും ശ്രീരാമദൂതനുമായിട്ടുള്ള ഭഗവാൻ ഹനുമാനെ ഞാൻ നമിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം. രാമ രാമ എന്ന് മധുരമായി ചൊല്ലിക്കൊണ്ട് മധുരമായി പാടിക്കൊണ്ട് കവിതയാകുന്ന ശാഖയിൽ ഇരിക്കുന്ന കോകിലമാകുന്ന കുയിലാകുന്ന വാത്മീകിയാകുന്ന മഹർഷിക്ക് എൻ്റെ പ്രണാമം എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം. എല്ലാ തടസ്സങ്ങളെയും നീക്കുന്നതും എല്ലാ തരത്തിലുമുള്ള സമ്പത്തും നൽകുന്നതുമായിട്ടുള്ള ഭഗവാനെ, ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന ആ ഭഗവാനെ ഞാൻ ഭൂയോ ഭൂയോ നമാമ്യഹം വീണ്ടും വീണ്ടും നമിക്കുന്നു എന്ന് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഭർജനം ഭവബീജാനാം അർജനം സുഖസമ്പദാം തർജനം യമദൂതാനാം രാമ രാമേതി ഗർജനം. രാമ രാമ എന്നുള്ള ഭജനം, രാമനാമത്തിൻ്റെ ഭജനം. ഭർജനം ഭവബീജാനാം ഈ ലോകത്ത് മനുഷ്യർക്കുണ്ടാകുന്ന ജനന മരണങ്ങളിൽ നിന്ന് ഉള്ള മുക്തിയെ രാമനാമ ജപം നൽകുന്നു. സുഖസമ്പദാം എല്ലാ തരത്തിലുമുള്ള സുഖത്തെയും സമ്പത്തിനെയും അത് നൽകുന്നു. അതേപോലെ യമദൂതാനാം യമൻ്റെ ദൂതന്മാർക്ക് രാമനാമ ഭജനം എപ്പോഴും ഒരു പേടി സ്വപ്നമായും നിലനിൽക്കുന്നു. രാമേ രാജാമണി സദാ വിജയത്തെ രാമം രമേശം ഭജേ. രാമേണാഭിഹിത നിശാചരചമോ രാമായ തസ്മൈ നമഃ. രാമാന്നാസ്തി പരായണം പരതരം രാമസ്യ ദാസോസ്മ്യഹം. രാമേ ചിത്തലയ സദാ ഭവതു മേ ഭോ രാമ മാമുദ്ധര. രാമോ രാജാമണി സദാ വിജയത്തെ രാമം രമേശം ഭജേ. രാമോ രാജാമണി ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു രാജാക്കന്മാരുടെ ഇടയിലെ മാണിക്യമാകുന്നു. സദാ വിജയത്തെ രാമം രമേശം ഭജേ എപ്പോഴും വിജയിക്കുന്നവനും രമയുടെ ലക്ഷ്മീദേവിയുടെ ഈശനുമായിട്ടുള്ള ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. രാമേണ അഭിഹിത നിശാചരചമോ രാമായ തസ്മൈ നമഃ. നിശാചരന്മാരെയെല്ലാം വധിച്ചിട്ടുള്ളവനായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ നമിക്കുന്നു. രാമാന്നാസ്തി പരായണം പരതരം രാമസ്യ ദാസോസ്മ്യഹം. രാമനല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. അതേപോലെ ആ രാമഭഗവാന്റെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ ദാസനായി ഞാൻ മാറുന്നു. രാമേ ചിത്തലയ സദാ ഭവതു മേ ഭോ രാമ മാമുദ്ധര. എൻ്റെ ചിത്തത്തിലെപ്പോഴും ശ്രീരാമ ഭഗവാന്റെ നാമം വിളയാടണമേ. അതേപോലെ ഭഗവാൻ എന്നെ ഉദ്ധരിക്കട്ടെ എന്നെല്ലാമുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത്. രാമ രാമേതി രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമ നാമവരാനനേ. അവസാനത്തെ ശ്ലോകം പരമശിവൻ പാർവതീദേവിയോട് പറയുന്നതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വരാനനയായിട്ടുള്ള അല്ലയോ മനോരമേ പാർവതീദേവി, രാമനാമം ജപിക്കുമ്പോഴുള്ള അതിലെ ഒരു നാമം തന്നെ 1000 നാമങ്ങൾക്ക് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാമനാമത്തിൻ്റെ മഹിമയാണ് ഇവിടെ പറയുന്നത്. ഇതി ശ്രീ ബുധകൗശിക വിരചിതം ശ്രീരാമരക്ഷാസ്തോത്രം സമ്പൂർണം. ഇപ്രകാരം ശ്രീ ബുധകൗശിക മുനിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീരാമരക്ഷാസ്തോത്രം സമ്പൂർണമാകുന്നു.